ഈ നാട്ടിലെവിടുന്ന ആസാനം നമ്മള് മലയാളിയാണല്ലേ, ആസാനം എപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് തുടക്കം എങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് ആദ്യം പണി കിട്ടിയത്. യൂണിവേഴ്സിറ്റി ഒരിക്കലും സ്കോളർഷിപ്പ് കൊടുക്കില്ല. മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന സാധനം, നിങ്ങൾ വന്നാലും ഞങ്ങൾ അവിടെ ഉണ്ട്, നമ്മൾ എവിടെയും പോകുന്നില്ല. നാട്ടിലെ ആ ഒരു മാനേജ്മെന്റ് കോട്ടയ്ക്ക് കൊടുക്കുന്ന പകുതി പൈസ ഉള്ളൂ നമുക്ക് അവിടെ. അടുക്കളയിൽ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്കോളർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു, ഓടാൻ സ്ഥലം വേണ്ടേ. ടർക്കിഷല്ല, ഉസ്ബെക്കിൽ. എനിക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്കില്ല. എനിക്കറിയത്തില്ല. നമ്മുടെ സ്റ്റാർട്ടപ്പ് കേരള യൂട്യൂബ് ചാനലിൽ നമ്മൾ സ്ഥിരം ഒരുപാട് യങ് ഓൺടർപ്രണേഴ്സ്, അതുപോലെ തന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഒക്കെ സ്ഥിരം നമ്മൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. അത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇപ്പോൾ MBBS ഒക്കെ പഠിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം അപ്രോച്ച് ചെയ്യുക ഒരു ഏജൻസിനായിരിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അത്തരം ഒരു ടിപ്പിക്കൽ ഏജൻസി എന്നുള്ളൊരു കോൺസെപ്റ്റ് അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയ ഡോക്ടർ അഖില സുരേഷ്. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് കേരള. താങ്ക് യു. അപ്പൊ ഡോക്ടറെ, നിങ്ങളുടെ ടീമിനെ ഞാൻ പരിചയപ്പെട്ടപ്പോ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഒക്കെ വളരെ യങ് ആയിട്ടുള്ള കറന്റ്ലി MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഉസ്ബെക്കിസ്ഥാനില്. പിന്നെ രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പൊ നമ്മൾ സ്ഥിരം കാണുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏജൻസീസിനാണ് സ്ഥിരം ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് കുറെ കൂടി റിലയബിൾ ആണ്, കുറെ കൂടി വലിയ ആൾക്കാരാണ് ഏജൻസീസ് റൺ ചെയ്യുന്നത്. അപ്പൊ വാട്ട് മേക്സ് യു ഗൈസ് ഡിഫറെന്റ് ഫ്രം ആൻ ഏജൻസി? എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ്ലി 2017 ഞാൻ യുക്രൈനിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. സോ അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഏജൻസി ത്രൂ ആണ് പോയത്. ബട്ട് കേരളത്തിലൊട്ടാകെ പല സ്ഥലത്തുമുള്ള ഒരു ഏജൻസി ആയിരുന്നു. നമ്മൾ അങ്ങനെ അവരെ ചൂസ് ചെയ്തു. വി വെന്റ് ടു ദ കോളേജ്. ഇതൊരു പ്രോപ്പർ ബിസിനസ് ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മേജർ ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നേരത്തെയൊക്കെ ഒരു 2017 മുന്നേ വരെയുള്ള സമയങ്ങളിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് യുക്രൈനിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ പറയപ്പെടുന്ന ഒരുപാട് അബ്രോഡിലേക്ക് പൊക്കോണ്ടിരുന്നത്. വ്യത്യസ്തമായ ചൈന, അങ്ങനെ ഇപ്പൊ ഞാനൊക്കെ പോയ സമയത്ത് ഫിലിപ്പീൻസ് ഉണ്ട്, അസർബൈജാൻ, പിന്നെ ഉള്ളത് യുക്രൈൻ ആയിരുന്നു, പിന്നെ റഷ്യ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇപ്പം കേട്ട് വരുന്നത് ഈജിപ്ത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് ജോർജിയ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ജോർജിയ ഒക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ പ്രോപ്പർ യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസീവ് ഉണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ചെറിയ കൺട്രീസ് ഒക്കെ നോക്കുമ്പോഴത്തേനും നമുക്കപ്പോ അഫോർഡബിൾ ആയിട്ട് തോന്നിയിരുന്ന ഒരു കൺട്രി യുക്രൈൻ ആയിരുന്നു. അപ്പൊ നമ്മള് ഈ ശരിക്കും പറഞ്ഞ റിയാലിറ്റി ഹിറ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്തിപ്പെടുന്ന ഒരു സമയത്താണ്. നമുക്ക് ഏജൻസി നമ്മള് ഫസ്റ്റ് നമ്മളെ എത്തുമ്പോഴത്തേനും അവര് നമ്മളെ മീറ്റ് ചെയ്യാൻ വരും. ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ഇൻട്രോസ് ഇങ്ങനെ പറഞ്ഞുതരും, ഇതാണ് കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിക്കും, ഇതാണ് യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ദിസ് ഇസ് ഹോസ്റ്റൽ. പിന്നെ നമുക്ക് നമ്മൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവും, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് വരെ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ഇവിടുന്ന് തുടങ്ങി നിങ്ങൾ അവിടെ എത്തി ഒരു മാസം അല്ലെങ്കിൽ അതിനുശേഷം ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ചെറിയൊരു അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മള് ബേസിക്കലി നമ്മളപ്പം നമുക്ക് പേരൻസിനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഓക്കെ, അവരുണ്ട്. കാരണം എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത്രയും ദൂരത്തേക്കാണ് പോകുന്നത്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിലല്ല. ഇപ്പൊ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ നാട്ടിലെ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ബൈ 1 day അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് മേക്സ് ഒന്നാമത് തന്നെ എഫേർട്ട് ഉണ്ട്. ഫിനാൻഷ്യലി നോക്കുമ്പോൾ ഓൾ ഓഫ് എ സഡൻ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലൊരു സ്ഥലമല്ല. പേരൻസിന് എനിക്ക് തോന്നുന്നത് ജോയിൻ ചെയ്യുന്നതും ഇതുപോലെ കോളേജ് കഴിഞ്ഞ സ്റ്റുഡൻസ് അതാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ടൈമാണ്. അപ്പൊ ഒന്നാമത് നമുക്ക് വേണ്ട ത്രില്ലില്ല, നമ്മൾ പുറത്തേക്ക് പോവാണ്. ഓക്കെ, റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്. എന്നാലും +2 കഴിഞ്ഞ് അപ്പൊ നമ്മളിപ്പോ കുറെ പേർക്ക് അതൊരു ഡ്രീം ആണ് എങ്ങനെയെങ്കിലും MBBS കയറുക എന്നുള്ളത്. കുറെ പേർക്ക് +2 കഴിഞ്ഞ് ഓക്കെ ഡയറക്റ്റ് പോവാം എന്നുള്ളൊരു തോട്ടിൽ എല്ലാവരും പോവുക. അപ്പൊ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ ഉണ്ട്, നമ്മളവിടെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവുന്നു. അപ്പൊ പേരൻസ് വിൽ ബി അവർക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഇവരുണ്ടാവും. അപ്പൊ അവരോട് ചോദിക്കുകയും ചെയ്യും, നിങ്ങളാണോ വരുന്നത്? അപ്പൊ അവർ ആ സമയത്ത് പറയുമൊക്കെ ഞാനാണ് ഉണ്ടാവുക എന്ന് പറയും. പക്ഷെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് റിയാലിറ്റി. ഈ പറഞ്ഞ ഒന്നുമല്ല സംഭവം. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിറ്റി ആവാനുള്ള ബേസിക് കാരണം എന്ന് പറയുന്നത് നമ്മൾ എത്തിക്കഴിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യാൻ നമ്മളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളാണ് നമ്മളുടെ കാര്യങ്ങൾ നോക്കേണ്ടതെന്നുള്ള റിയാലിറ്റിക്കലി എത്തിക്കഴിഞ്ഞ് വർഷങ്ങളെടുത്ത്, ഇതിപ്പം ഒരു ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ. ഒറ്റ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതോ അല്ലെങ്കിൽ ഫുൾ മലയാളീസ് തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് ഒരാൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്സസ് ഇല്ല. അത് നമ്മൾ അവിടെ പഠിക്കുന്ന നോർമൽ ഏജൻസിനൊക്കെ ആക്സസ് ഉണ്ടാവില്ല. ഇല്ല. ഏജൻസിന്റെ ഓരോ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രോഡിലുള്ള ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക്
ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ ഇത്ര സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആക്കി തരുന്നു. ബട്ട് വി കാൻ ടേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ടു ദി യൂണിവേഴ്സിറ്റി. അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ ബേസിലായിരിക്കും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പം ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് വന്നു കഴിയുമ്പോൾ മാർക്കറ്റിംഗ്, അതായത് ഇത് പോപ്പുലർ ആയി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി സീറ്റ്സ് കൂട്ടും, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉള്ള സീറ്റ് കൂട്ടിക്കൂട്ടി വരും. അപ്പൊ നമുക്ക് അഡ്മിഷൻ അവൈലബിൾ ആവും. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇപ്പം നാട്ടിൽ MBBS സച്ച് ഹൈപ്പ് ഉള്ള സാധനമാണ്. നമ്മളിങ്ങനെ ഫുള്ള് എൻട്രൻസ് എഴുതി റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് ചിലർക്ക് കിട്ടുന്നത്. ചിലർക്ക് ബൈ ഗോഡ് ഗ്രേസ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്തിരുന്നാലും ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ഫോർ എവ്രി വൺ. MBBS ഭയങ്കര ഒരു ഡ്രീം ആയിട്ടുള്ള സാധനം. അപ്പം അവിടെയൊക്കെ ഇറ്റ്സ് ലൈക്ക് എ നോർമൽ കോഴ്സ്. ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗിന് എങ്ങനെ ഇവിടെ കയറുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോഴ്സിന് കയറുന്നോ, അതുപോലെ തന്നെയാണ് നമുക്ക് അവിടെയും. അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം, അല്ലാത്തവർക്ക് അത് മീൻസ് കോഴ്സസ് നോക്കാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് പുറമേ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ആ ഡൗട്ട്, എങ്ങനെ നിങ്ങൾ കൊണ്ട് അവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പം നമ്മൾ ഇവിടുന്ന് UK സ്റ്റുഡൻസ് പോയില്ലേ, അതിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കോളേജിൽ ഇത്ര സീറ്റ്സ് അവൈലബിൾ ആക്കും. ഓരോ ഇയറപ്പ് കഴിയുമ്പോഴും നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് അവരെന്താക്കും, സീറ്റ്സ് വൈഡ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അഡ്മിഷൻ എടുത്ത് എത്താൻ പറ്റും. ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് നമ്മുടെ ഒപ്പം ഏജൻസിക്കാർ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ ഒരു വീക്കോ അല്ലെങ്കിൽ, കാരണം ഇവർക്ക് വിസ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തേക്ക് നമുക്ക് എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വി കൻ ഗോ ഓൺലി ത്രൂ ദ വിസിറ്റിംഗ് വിസ. അതർവൈസ് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാവണം, അല്ലെങ്കിൽ വർക്കിംഗ് പെർമിറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണം. അപ്പോ ഈ പറഞ്ഞ ഏജൻസികൾക്കിലേക്ക് അവിടെ സ്വന്തമായിട്ട് ഓഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല? ഇല്ല, അവിടെ നമുക്ക് ഓഫീസസ് അങ്ങനെ അലൗഡഡ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ റൂൾസ് പക്കാ സ്ട്രിക്റ്റ് ആണ്. ഇവർക്ക് എന്ന് വെച്ചാൽ പുറമേ നമുക്ക് വേണമെങ്കിൽ ഇവരും ഹെൽപ്പ് ആക്കുന്ന എന്താണ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിയർ സ്റ്റുഡന്റിനെ ആയിരിക്കും ഇവർക്ക് ഹെൽപ്പിന് വേണ്ടി വിളിക്കുക. ഇപ്പൊ കുട്ടികൾക്ക് പുതിയ പർച്ചേസിംഗ് ഉണ്ടാവും, നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവും, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കേണ്ടതൊക്കെ. നമുക്കൊരു ഫസ്റ്റ് 2-3 ഡേയ്സിൽ നമ്മൾ പറയും ഇങ്ങനെ, നിങ്ങൾ അധികം ലഗേജസ് ഒന്നും കൊണ്ടുവരണ്ടാന്ന് പറയും. ക്ലൈമറ്റ് നമ്മളിപ്പം പർച്ചേസ് ഷൂസ് ആൻഡ് ജാക്കറ്റ്സ് ഒക്കെ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറയാം. അപ്പൊ ഈ ഏജൻസിയും ഫോക്കസ് ഓൺ ചെയ്യുന്ന അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റാണ്, അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റാണ് അവരും അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ദേ ഡോണ്ട് നോ. ദ ഓൺലി തിങ് ദേ ക്യാൻ ഡു ഈസ് ടു ടേക്ക് ദ സ്റ്റുഡൻസ് ടു ദ കൺട്രി. ഏത് പെർസ്പെക്റ്റീവ് കൺട്രിയിലേക്കാണ് പോകുന്നത് അവിടെ അവർക്ക് കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം മെയിൻ ആയിട്ട് ഞങ്ങളൊക്കെ ഫേസ് ചെയ്ത മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആണ്. അപ്പൊ പുറത്തുനിന്ന് സ്റ്റുഡന്റ് ID ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ടാണ് കിട്ടുക. അപ്പൊ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അതിനുള്ള ആക്സസ് ഇല്ല. പിന്നെ ലാംഗ്വേജ് ഒരു ബാരിയർ ആണ്. ഈ പറയുന്ന അവർക്ക് ബേസിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഇല്ലാന്നല്ല, പക്ഷെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ഓൺലി ഫോർ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ അത് ഫേസ് ചെയ്തു, നമ്മളിങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ആക്കാൻ തുടങ്ങി. അങ്ങനെ ബേസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വി തോട്ട് വൈ കാൺ വി ഡു ദാറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നു. സോ ഞാൻ പറഞ്ഞില്ലേ, ഇയേഴ്സ് ആയിട്ട് നമ്മൾ എടുത്ത ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് മോർ ദാൻ ഒരു 100+ സ്റ്റുഡൻസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്, കറന്റ്ലി നമുക്കുണ്ട്. സോ ഇത് ലൈക്ക് എ കമ്മ്യൂണിറ്റി. ഇപ്പൊ നമ്മളിങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വലിയ ബിൽഡപ്പ് ചെയ്തൊന്നും അല്ല നമ്മള് അഡ്മിഷൻസ് ചെയ്യുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വരുന്ന റെഫറൽസ് ആണ് നമ്മൾ മോർ ദാൻ പുറത്തുനിന്നല്ലാതെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മെയിൻ ഫോക്കസ് ഓൺ റെഫറൽസ് ആണ്. അത് നമ്മുടെ ഇപ്പം ഈ വർഷം വരുന്ന കുട്ടികളുടെ സൂപ്പർ സീനിയർ മീൻസ് അല്ലെങ്കിൽ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചവർ ഇയാൾ പോയത് കൊണ്ട് ചോദിക്കും എങ്ങനെയുണ്ട്, എന്താണ് അവിടെ. അത് മെയിൻസ് ആണ് ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അവർ ഷെയർ ചെയ്യുന്ന അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സസിന്റെ സാധനം. MBBS ഒക്കെ എനിക്കും പറ്റും എന്നുള്ളൊരു തോട്ടിലേക്ക് വന്ന് ആൾക്കാർ ചോദിക്കും. അങ്ങനെ നമ്മൾ അവിടേക്ക് അങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ല നമ്മളിങ്ങനെ മെയിൻ ആയിട്ട് ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്ത് വലിയ ഹൈപ്പ് കൊടുത്ത് നമ്മൾ അത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ വി ആർ സ്റ്റിക്കിംഗ് ഓൺ ടു ദ സ്റ്റേറ്റ് ദാറ്റ് വി ആർ കമ്മ്യൂണിറ്റി. നമ്മൾ മെഡോക്ക് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര എഫേർട്ട് ഒന്നും നമ്മൾ അങ്ങനെ വെച്ചാൽ നമ്മൾ മാർക്കറ്റിംഗ് സാധനങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കുട്ടികൾ നമ്മളോട് തന്നെ ചോദിക്കുന്നു. ഇപ്പം എന്റെ ജൂനിയേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മളോട് ചോദിക്കും എങ്ങനെ ഇന്റെ MBBS പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓക്കെ പറയും. അങ്ങനെ അവര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെയാണ്, ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അവര് ട്രസ്റ്റ് ചെയ്യുന്ന എന്താണ്, ഓക്കെ എന്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരാളെ പേരൻസിന് കുട്ടി അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കമ്മ്യൂണിറ്റി ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവിടെ പഠിച്ച സീനിയർ സ്റ്റുഡൻസ് അവർ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിറ്റി ഇപ്പൊ കറന്റ്ലി എന്റെ ജൂനിയേഴ്സും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സും അവിടെ ഉണ്ട്. പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി വി സ്റ്റാർട്ടഡ് ലൈക്ക് നമ്മൾ ഇത്ര പേരാണല്ലോ സ്റ്റാർട്ട് ചെയ്ത് അതൊരു ബിൽഡപ്പ് ചെയ്ത് ഒരു ലാർജർ കമ്മ്യൂണിറ്റി ആണ്. അപ്പൊ അവരും അവിടെ ഉണ്ട്. അപ്പൊ പേരൻസിന് ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു
100% എന്ന് പറയുന്നത് വി ആർ ദെയർ ഫോർ യു. അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പേഴ്സണലി കോഴിക്കോട് പഠിച്ചിരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ സീനിയേഴ്സ്. അതാണ് അവർക്ക് ഈച്ച് ആൻഡ് എവറി ലൈക് ബിറ്റ്സ് ആൻഡ് പാർട്സ് ഓഫ് ദ കോഴ്സ് എല്ലാവർക്കും അറിയാം. നമ്മൾ പുറമേ ഇങ്ങനെ പറയുമ്പോ അവിടെ ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ്, പക്ഷെ ഫുഡ് നമ്മൾ അങ്ങനത്തെ ബേസിക്. ഇപ്പൊ ഒരു ഹോസ്റ്റലിൽ റൂം ശരിയല്ല, ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജന്റ് കാൻ ഹെൽപ്പ് ഔട്ട്. ഒരു യൂണിവേഴ്സിറ്റി കയറിയ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോവും, അത് കഴിഞ്ഞു പിന്നെ ലൈഫ് ഇല്ല. പിന്നെ നമ്മൾ പിന്നെ കണ്ടുപിടിക്കണം ഏത് സീനിയറാ നമ്മളെ ഹെൽപ്പ് ആക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ ഏജൻസിക്കാര് വിളിച്ചിരിക്കുന്ന ഒരു സീനിയറെ തന്നെ ആയിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോകണം, നമുക്ക് വയ്യ, അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകണം, എന്താ ചെയ്യുക. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ടൈം ആയിട്ടോ നമ്മൾ ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടുന്ന നീഡ്ഫുൾ സാധനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഈ ക്ലാസ് കട്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞതിന്റെ കാരണം ഇവർക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളതങ്ങനെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഇത്രയും ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് പോയി കിടക്കുക, ആകെയുള്ളത് ഇത്ര ആൾക്കാരേ ഉള്ളൂ. സോ നമുക്ക് എന്ത് വന്നാലും എന്ത് പറ്റിയാലും ഈ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടാവുക. ചുരുക്കി പറഞ്ഞാല് ഇത്തരം ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ടൊരു അപ്പൊ അതുവഴി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി വി ആർ ബിൽഡിംഗ് അപ്പ് എ ഫാമിലി ലൈക്ക് ദെയർ. അവിടെ നമുക്ക് നമ്മുടെ ഒരു കുടുംബം അവിടെ ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ്. നമ്മളിങ്ങനെ പറയുമ്പോ ഒരു അടുത്ത നമ്മൾ പോയി കഴിയുമ്പോൾ അടുത്ത കൊല്ലം ലീഡ് ചെയ്യുന്നവരായിരിക്കും. ബിക്കോസ് വി ആർ ഓരോ കൊല്ലങ്ങളും നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ്സസ് കൂടും. അപ്പൊ നമ്മൾ പറയുന്നടാ നിങ്ങൾ കൊണ്ടുപോയി നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കൊടുക്ക് എന്ന് പറയുമ്പോഴത്തേനും ദേ ആർ കേപ്പബിൾ ടു ഡു ദാറ്റ്. അപ്പൊ ഓരോ വർഷങ്ങൾ കഴിയും തോറും അവരും ഇങ്ങനെ സെൽഫ് ബിൽഡിംഗ് ആണ്, അവരും ഇങ്ങനെ അതിന് കേപ്പബിൾ ആയിക്കൊണ്ടിരിക്കുക ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ഥിരം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പൊ UK, കാനഡ, ഇപ്പൊ അതുപോലെ ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ ഒരുപാട് രാജ്യങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പൊ അവര് ഇവിടുന്ന് പോകുമ്പോ ലൈക്ക് ഭയങ്കര ഒരു ഹൈപ്പില് പോവുക. ഐ മീൻ അവരെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം കാണുന്ന യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും കാണുന്ന ഏജൻസിന്റെ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതാണെങ്കിലും ഭയങ്കര ഒരു ഹൈപ്പില് പോവുക. അവിടെ എത്തും, ലൈക്ക് അവിടെ എത്തി നല്ല ലൈഫ് സ്റ്റൈല്, നല്ല ക്ലൈമറ്റ്, അത് കഴിഞ്ഞാൽ നല്ലൊരു ജോലി. അപ്പോ എന്താണ് അതിന്റെ റിയാലിറ്റി? കാരണം ഞാൻ 1-2 ആൾക്കാരോട് സംസാരിച്ചപ്പോ അവര് ക്ലോസ് സർക്കിൾ അല്ലാത്ത ഫ്രണ്ട്സിന്റെ ഇതില് ലൈക്ക് അവര് വെൽ സെറ്റിൽഡ് ആണ്, പക്ഷെ അവര് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴാണ് കഷ്ടപ്പാടാണ്, വരണ്ട ഇങ്ങോട്ട് വലിയ വരണേ. അപ്പൊ എന്താണ് അതിന്റെ റിയാലിറ്റി? ലൈക്ക് 1-2 സ്റ്റുഡൻസിന് മാത്രം ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണോ? എന്താണ് അതിന്റെ ഒരു ഇല്ല സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഏജ് മാറ്റർ ആണ് ആ സമയത്ത്. പക്ഷെ ഇപ്പൊ കുട്ടികൾ കുറച്ചും കൂടെ ബ്രില്യന്റ് ആയിട്ട് വന്നോണ്ടിരിക്കുക. അവര് ഗോ ഫോർ ദ സോഴ്സസ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന അവർ നല്ലോണം തപ്പി തെരഞ്ഞെടുത്ത് വേറൊരു യൂണിവേഴ്സിറ്റിന് ഈ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ദേ യൂസ് ടു കമ്പയർ, എന്താണ് ഇതില്ല. പക്ഷെ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് യൂട്യൂബിൽ കാണുന്ന സാധനങ്ങൾ സത്യാന്നല്ല, ബട്ട് ദർ ആർ ഫാക്ട്സ്. ബട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഇപ്പുറത്ത് ഒരു കേർട്ടന്റെ മറ പോലെ ഇപ്പുറത്തെ സൈഡിൽ റിയാലിറ്റി ശരിക്കും ഹിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുക. അപ്പൊ നമ്മൾ എത്തുമ്പോ നമ്മൾ പറയും ക്ലാസ്സസ് ഒക്കെ നല്ലതാ എന്ന് നമ്മളിങ്ങനെ പറയും, കുഴപ്പമൊന്നുമില്ല, പൊതുവേ നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ടൈപ്പ് ക്ലാസ്. പക്ഷെ നമുക്ക് എത്തിക്കുമ്പോഴാണ് ക്ലാസ്സസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. വിന്ററിന്റെ സമയത്തൊക്കെ മോർണിംഗ് 8:15 അല്ലെങ്കിൽ 8-നൊക്കെ എത്തേണ്ട ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യേണ്ട അവസ്ഥ വരും. ഇല്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നല്ല സ്നോഫോൾ ഉണ്ടാവും. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ പോവുക, ഈ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ ഞാൻ പറഞ്ഞില്ലേ ഏജൻസിയിൽ നമ്മൾ വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ പറയുന്ന പോലെയാണ്. നമ്മള് ഇപ്പൊ ഇലക്ഷൻ ടൈമിൽ ഇവർ ഒരുപാട് വാഗ്ദാനങ്ങൾ തരും, തുടങ്ങിക്കഴിഞ്ഞ് ഭരണം കൈ കിട്ടിക്കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് സെയിം എടുക്കുന്നത് വരെ നമ്മൾ അതുപോലെ ഒരു ട്രീറ്റ് ചെയ്യും, അതുപോലെയുള്ള ഹൈപ്പ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. പക്ഷെ എത്തിക്കഴിയുമ്പോ റിയാലിറ്റി അങ്ങനെയല്ല. അതിപ്പം ഞാനിപ്പോ എന്റെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇവരോടൊക്കെ തുടക്കത്തിൽ പറയുന്ന സാധനമാണ്, ഇതൊന്നും അല്ല റിയൽ ലൈഫ്. എത്തിക്കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഏത് ഏജൻസി ആണെങ്കിലും ഇനിയിപ്പോ കമ്മ്യൂണിറ്റി ആണെങ്കിലും എനിക്ക് തോന്നുന്നത് അവരെ സർവീസിന്റെ സൈഡിൽ നിന്ന് വരുന്ന ലാക്ക് ഓഫ് ഇഷ്യൂ അല്ല, മറിച്ച് ആ ഒരു സിറ്റുവേഷന്റെ പുതിയ സ്ഥലം, പുതിയ ഫുഡ്, ക്ലൈമറ്റ്, അതുകൊണ്ട് വരുന്ന ഒരു ഇഷ്യൂ. ഇത് പിന്നെ കുറെ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 ആയിക്കോട്ടെ ഒരു 5 മാസം ഹാർഡ്ലി അത്രയ്ക്ക് നമ്മുടെ ആവശ്യം സീനിയേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം ഡേ ബൈ ഡേ ദേ ആർ ഗെറ്റിംഗ് എക്സ്പ്ലോർഡ്. അവർക്ക് മനസ്സിലായി തുടങ്ങും അവര് നിൽക്കുന്ന സ്ഥലം എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് ചീപ്പായിട്ട് അഡാപ്റ്റിങ് നല്ല രീതിയിൽ അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം പോരും. പക്ഷെ ഈ പറയുന്ന 5th ഒരു സ്റ്റാർട്ടിങ് ഒരു 5 months എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം. ഈ അഡാപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് കാണാറുണ്ട്, അതായത് നാട്ടിലേക്ക് വിളിക്കുമ്പോ ഇല്ലടാ കയ്യണ മെന്റൽ ഭയങ്കര. കാരണം അവർക്ക് നോക്കുമ്പോ പുറത്തുള്ള നാട്ടില് കോളേജ് അല്ലെങ്കിൽ പറയുന്ന ഒരു ഹൈപ്പ് വേറെ ലെവലാണ്. നമുക്ക്
ഒന്നാമത് നമ്മുടെ ആൾക്കാരാണ് നമുക്ക് ചുറ്റും നാട്ടിലുണ്ടാവുക. അതെ. അവിടെ എത്തിക്കഴിയുമ്പോ ഒരു അല്ലെങ്കിൽ ഇവരൊരു 100 ആൾക്കാരായിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ അതിലും മറ്റേ ഗ്രൂപ്പീസ് ഉണ്ടാവും. അത് ക്ലാസ് റൂം കാണുന്ന സ്ഥിരം കാണുന്ന ഹോസ്റ്റലത്തെ ആൾക്കാർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് വി ആർ ട്രീറ്റിംഗ് ദം ആസ് എ ഫാമിലി എന്ന് പറയുന്നത്. കാരണം ഇത്രയും പേരേ ഉള്ളൂ നമുക്ക്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന ഏജൻസിക്കാർ പറയും അവിടെയാണ് ഇന്ന യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്, ഇവിടെയാണ് യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്. ക്ലാസ് തുടങ്ങി കഴിഞ്ഞ ടൈം ടേബിൾ വരുമ്പോൾ ദേ ആർ കമ്മിങ് ടു അസ്. എവിടെയാണ് എങ്ങനെയാണ് പോകേണ്ടത്, ബിൽഡിംഗ് എവിടെയാണ്. അപ്പൊ ഈ ഏജൻസിക്കാരും ഇല്ല. അതാണ് നമ്മളെ ഈ ഏജൻസിക്കാർ കൊണ്ടുവന്ന് പറയുന്നത് ഇവിടുന്ന് അതിനിപ്പോ ആരുടെയും സഹായം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫ്ലൈറ്റ് കയറി നമ്മൾ കണക്ഷൻ എടുത്ത് പോവാന്നുള്ളത്, നമ്മളിപ്പം ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ചെക്ക് ഇൻ ആവാനായില്ലെങ്കിൽ നമ്മുടെ പേര് വരെ എയർപോർട്ടിൽ അനൗൺസ് ചെയ്യും, ഇന്നടത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ട്. ഇവര് ചെയ്യുന്ന സാധനം നമ്മളുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോവുക. അവിടെ എത്തിക്കഴിഞ്ഞൊരു 1 month അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല അവർക്ക് എവിടെയാ പോകണ്ടേ, അവർക്ക് എവിടെയാ ഫുഡ് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇവര് പോലും സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ദി സ്റ്റുഡൻസ് ഹൂ ദേ ആർ സ്റ്റഡിങ്. അപ്പൊ അങ്ങനെ ഒരു സാധനം പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല, നമ്മളുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ അഷ്യൂറിറ്റി കൊടുക്കും, ഞങ്ങൾ ഉണ്ടാവും എന്തായാലും. പിന്നെ വേറെ എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ആണല്ലോ, നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കഴിയണ വരെ നിങ്ങൾ ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 5 to 6 years നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ അവരെ കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും. കാരണം നമ്മൾ സെയിം ഹോസ്റ്റലിലായിരിക്കും, നമ്മളിപ്പോ 1-2 റൂം അപ്പുറത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈസിലി ആക്സസിബിൾ ആണ്. നമുക്ക് അതൊരു പ്രശ്നമാണ്. നിങ്ങളത് അന്ന് നിങ്ങൾ ഇങ്ങനെയല്ല പറഞ്ഞ, ഇപ്പൊ ഇങ്ങനെയല്ലോ മാറ്റി പറയുന്ന ആ ഒരു പ്രശ്നം സംസാരിച്ചപ്പോ മനസ്സിലായത്. ഏജൻസ് പറഞ്ഞാല് അവരവിടെ ചെന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ച് നാട്ടിൽ പോകുന്നു. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്താണ് ഞാൻ. എന്താണ് അത് ഇവരിപ്പം പല ഏജൻസിന്ന് വരുന്ന കുട്ടികൾ നമുക്കുണ്ട്. ഇപ്പൊ പല മൾട്ടി ആയിട്ട് ഇങ്ങനെ ഒരുപാട് കേരളത്തിൽ സബ് ഏജൻസിന്ന് വരുന്നവരുണ്ട്. ഇപ്പൊ തെലുങ്കൂസ് ഉണ്ടാവും, ഹൈദരാബാദീസ് ഉണ്ടാവും, ഇന്ത്യൻസ്. ഇപ്പൊ ഇവർക്കൊക്കെ നമ്മള് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്കിത് കോമൺ ആയിട്ട് എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഇവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ വൺസ് ഞാൻ ഇതിലൂടെ പോയ ഒരാളാണ് എന്നുള്ള സാധനം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഞാൻ അനുഭവിച്ചൊരു സാധനം പുറത്ത്, കാരണം നമുക്കതിന് പുറത്തുനിന്ന് നമ്മൾ ആകെ ഇത്ര പേരേ ഉള്ളൂ, ലെസ് കമ്മ്യൂണിറ്റി, മീൻസ് ലെസ് നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ്. പുറത്ത് നാട്ടിൽ നിന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരല്ലേ, നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല. വന്നിട്ടും പോയിട്ട് നമ്മളിപ്പോ 100 പേരാണെങ്കിൽ 100 പേര്, 200 പേരാണെങ്കിൽ 200 പേര്, അത്രേ ഉള്ളൂ. സോ ബി ഹെൽപ്ഫുൾ ടു ഈച്ച് അതർ. എനിക്കുണ്ടായ ഒരു സാധനം അടുത്തയാൾക്ക് ഉണ്ടാവരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും. അങ്ങനെയാണ് ഇത് നമ്മൾ ബിൽഡ് ചെയ്ത് എടുത്തോണ്ട് വന്നത്, എത്തിയത്. അങ്ങനെ ഒരു ബിൽഡ് ചെയ്ത് തോന്നുന്നു. ഇപ്പൊ ഈ പറഞ്ഞ മെന്റൽ ഒരു ബ്രേക്ക് ഡൗൺ ആ സമയത്ത് ഈ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര ഒരു ആശ്വാസം തന്നെ ആയിരിക്കും. നമ്മള് പിന്നെ വി യൂസ് ടു കണ്ടക്ട് ഓണം സെലിബ്രേഷൻസ്, വിഷു, പെരുന്നാള്, ക്രിസ്മസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന ഏജൻസീസിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, മേജർ ഒരു കോൺട്രാക്ടർ ഉണ്ടാവുക യൂണിവേഴ്സിറ്റി, ബട്ട് ദേ വോണ്ട് ഡു എനിത്തിങ്. നമ്മൾ ഇങ്ങനെ ചെന്ന് പറയുക, നമ്മൾ ഓഡിറ്റോറിയം കണ്ടുപിടിക്കുക, നമ്മൾ എന്നിട്ട് അവരോട് പറയാം നമ്മളിങ്ങനെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ്. അപ്പൊ അവര് സ്പോൺസറിങ് എന്ന് പറഞ്ഞു വരും. അപ്പൊ നമ്മളൊരു പ്രിന്റ് ഒക്കെ ആയിരിക്കും, എന്നിട്ട് സ്പോൺസർഡ് ബൈ ഏജൻസി, ആ സംഭവമൊക്കെ. ഇത് കണ്ടുപിടിക്കുന്ന സീനിയേഴ്സ് ആയിരിക്കും, ഇതിനു വേണ്ടി ഓടുന്ന സീനിയേഴ്സ് ആയിരിക്കും. ഇത് ഫുള്ള് നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞാൽ ജൂനിയേഴ്സ് ഓടുന്നുണ്ടാവും, ഈ ഓഡിറ്റോറിയം മതിയോ, നമ്മൾ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ എടുക്കും, നമ്മൾ തന്നെ പറയും നമുക്ക് ഇത്ര പരിപാടിയെങ്കിലും മിനിമം വേണം, ഇത്ര മണിക്കൂർ നമുക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് വി ക്രിയേറ്റ്. അപ്പൊ അടുത്ത കൊല്ലം നമ്മൾ പോയി കഴിയുമ്പോൾ തൊട്ടടുത്തവന് അറിയാം അടുത്ത് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു കുട്ടിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് ഈ ഒരു കമ്മ്യൂണിറ്റീനെ, അല്ലെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് ഐഡിയ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി മാത്രം ബേസ്ഡ് ആണോ, ലൈക്ക് ഓൾ അറൌണ്ട് ഉസ്ബെക്കിസ്ഥാൻ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി? ഓൾ അറൌണ്ട് ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ ഇത്ര പേരായിരുന്നു, മീൻസ് ഇന്ന പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ബട്ട് നമ്മൾ പിന്നെ അത് ബിൽഡ് ചെയ്ത് എടുത്തോണ്ട് വന്നാണ്. പറഞ്ഞില്ല, ഈ കമ്മ്യൂണിറ്റി ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ് വരെ ഉള്ള അവസ്ഥകൾ നമ്മൾ അങ്ങനെ കണ്ടുമുട്ടിയ അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ മെല്ലെ വി സ്റ്റാർട്ടഡ് ബിൽഡിങ് ഇറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന സാധനം, നിങ്ങൾ വന്നാലും ഞങ്ങൾ അവിടെ ഉണ്ട്, നമ്മൾ എവിടെയും പോകുന്നില്ല. നിങ്ങൾ എന്നും കാണുകയും ചെയ്യുമ്പോൾ കിച്ചണിൽ പോലും ഒരുമിച്ച് കാണാം. ഇവിടെ എന്റെ തൊട്ടടുത്തിരുന്നായിരിക്കും അടുത്ത ആള് കുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു ഇതുണ്ട് നമുക്ക് എപ്പോഴും. വി വെയർ ലൈവ് ദെയർ, നമ്മുടെ ലൈവായിട്ട് നമ്മൾ അവിടെ ഉണ്ടാവും, കുട്ടികൾ അവിടെ നമ്മുടെ തൊട്ടടുത്തുണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും ഒരു ബോണ്ട് ഉണ്ടാവും, ഒരു സീനിയർ ജൂനിയർ അങ്ങനെയല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആയിരിക്കും നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു അഷ്യൂരിറ്റിയാണ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളത്, നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ള സാധനം. ഇപ്പൊ റീസെന്റ് ഒരുപാട് കേൾക്കാം, MBBS എന്നല്ല, ലൈക്ക് ഏതൊരു ഫീൽഡ് ആണെങ്കിലും ഒരുപാട് സ്കാമുകൾ കേൾക്കാം. അതായത് ഏജൻസിക്കാര് നാട്ടിൽ നിന്ന് പൈസ പറ്റിച്ചു,
ഏറ്റവും വിഷമം തോന്നുന്നത് ലൈക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കേൾക്കുന്നുണ്ട്. അവിടെ എത്തി പിന്നെ ഹോസ്റ്റൽ ഏതാന്നറിയില്ല, യൂണിവേഴ്സിറ്റി ഏതാറില്ല, അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോ പേരില്ല, ലിസ്റ്റിലൊന്നുമില്ല. അപ്പോ ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങളുടെ ഒരുപാട് കാലമായി അവിടെ പഠിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും? ഓ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങക്ക് തുടക്കം എങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം പണി കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പോകുമ്പോ നമ്മളോട് പറഞ്ഞ നമ്മുടെ മീൻസ് എന്റെ ഫ്രണ്ട്സ് വിവേലേക്ക് സ്കോളർഷിപ്പ് അത് 90% സ്കോളർഷിപ്പോട് കൂടി വിദേശത്ത് MBBS പഠനം. ശരിക്കും ലൈക്ക് എത്ര പേര് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും? ഇപ്പൊ അതൊരു ബ്ലണ്ടർ ആണ് ശരിക്കും പറഞ്ഞില്ലേ. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ഭയങ്കര ഹ്യൂജ് ബിസിനസ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ബിസിനസ് സ്ട്രാറ്റജി. സ്കോളർഷിപ്പ് ഇല്ല. ഇത് നമ്മൾ ഏജൻസി പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ മാർക്കറ്റിംഗ് സൈഡ് ആകുമ്പോൾ നമുക്ക് അവർക്ക് സർവൈവലാണ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ കുത്തി പറയോ അല്ലെങ്കിൽ അങ്ങനെ ബാഡ് ആയിട്ടോ പറയില്ല. അവർക്കൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. സോ വി കാണ്ട് അഫോർഡ് സ്കോളർഷിപ്പ് കൈൻഡ് ഓഫ് തിങ്. യൂണിവേഴ്സിറ്റി ഒരിക്കലും സ്കോളർഷിപ്പ് കൊടുക്കില്ല. മാർക്കറ്റിംഗ് എമൗണ്ട് അവര് കൊടുക്കുന്നതാണ്. അവരത് ആ സ്ട്രാറ്റജി കീപ്പ് ചെയ്യും. ഇപ്പൊ 90 നമ്മൾ പറയാ 100% +2 മാർക്കുള്ള കുട്ടിക്ക് 90% സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ വി ക്യാൻ റെഡ്യൂസ്, ദേ വിൽ റെഡ്യൂസ് സർട്ടൻ എമൗണ്ട്. സർവീസ് ചാർജ് അത്രയും കുറച്ചിട്ട് അവർ കൊടുക്കും. പക്ഷെ അവർക്കത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അടുത്ത പ്രാവശ്യം ഈ മലയാളികളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓഫർ കാണുമ്പോൾ ഡിസ്കൗണ്ട് ചാടുന്ന ആൾക്കാരല്ല. അപ്പൊ ആദ്യം ഓക്കെ 90% ഡിസ്കൗണ്ട്, അപ്പൊ എന്നാ ഇത് നോക്കാമെന്ന് പറയാം. അപ്പൊ അവർക്ക് അങ്ങനെ കൊടുക്കുമ്പോ 10 രൂപ കുറച്ച് കിട്ടി അത്രയും സന്തോഷം നല്ല രീതിയിൽ ഇരിക്കുക. പക്ഷെ റിയാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, ഇവര് വരുന്നു, ഇവർക്ക് നമ്പർ എത്ര രാജ്യത്തുനിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്ന, അപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് മാത്രമായിട്ട് പിന്നെ എത്രയായിട്ട് അവരങ്ങനെ കൊടുക്കത്തില്ല. അങ്ങനെ ഒരു 6 കൊല്ലമായി ഞാൻ പഠിച്ചിറങ്ങി, 6 കൊല്ലം ഞാൻ പഠിച്ചു ഇല്ല 100% മാർക്ക് കിട്ടിയ ആൾക്കും ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇത്ര ഇന്ന എക്സാമിൽ നമുക്ക് ഓരോരോ എക്സാം ഉണ്ട്, ഇതിന് ഇത്ര സ്റ്റോപ്പേഴ്സ് നേടുന്നവർക്ക് ഇത്ര റെഡ്യൂസ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരുടെ സെം ഫീസിനോ ഹോസ്റ്റൽ ഫീസിനോ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും. അത് കൂടിപ്പോയ 5 ആള് കട്ട് ചെയ്യുന്ന ഇവർക്ക് നഷ്ടമൊന്നും വരാനില്ല. അപ്പൊ അവർക്കതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് അവരതിനെ എപ്പോഴും ഫോക്കസ് ഓൺ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. അതെല്ലാരും ഇങ്ങനെ സ്കോളർഷിപ്പ് കിട്ടോ എന്നുള്ള സാധനം അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സാധനമേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞല്ലോ ഒരുപാട് ഏജൻസികളുടെ ലൈക് കെണിയിലെന്ന് പറയില്ല, ഒരുപാട് ഏജൻസിനെ മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു ക്ലിക്ക് ബേറ്റ്, അതായത് ഇത്രയും ശതമാനം സ്കോളർഷിപ്പ്, കാരണം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും സ്കോളർഷിപ്പ് കിട്ടുന്ന കാണുമ്പോ ഇപ്പൊ ഞാനെ പേഴ്സണലി ഇപ്പോഴാണ് എനിക്ക് എന്തായാലും ഒരു 90% 50-25 നമ്മൾ ഇങ്ങനത്തെ കുറച്ച് നമ്മള് നിൽക്കുമ്പം കുറച്ച് ലോകം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഇതൊക്കെ ഇത് അങ്ങനെയൊന്നും ഇല്ല, ഇത് സമ്പതല്ല നമുക്ക് മനസ്സിലാവും. പക്ഷെ ഫ്രഷർ ആയിട്ട് വരുന്ന ഒരാൾക്ക്, കാരണം നാട്ടിൽ നിന്ന് ഇവർക്ക് സ്കോളർഷിപ്പ് ബേസ്ഡ് പഠിക്കുന്ന നാട്ടിൽ നമുക്ക് അങ്ങനെ ഉണ്ട്. മാർക്ക് എനിക്ക് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടിയാൽ അത് എനിക്കൊരു അഭിമാനം. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇവരുടെ മാർക്കറ്റിംഗ് പെർട്ടിക്കുലർ ഏജൻസീസ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കണ്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അല്ലാതെ യൂണിവേഴ്സിറ്റി ആയിട്ടൊരു ബന്ധമില്ല. ഇല്ല, സാധാരണ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഇനി ഇത്ര മാർക്ക് മേടിച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് സെം ഇത്ര വൃത്തിയായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നാട്ടില്. പക്ഷെ അവിടെ അങ്ങനെയൊന്നുമില്ല, അവിടെ നമുക്കില്ല. പിന്നെ ഇതുപോലെ റിസർച്ച് ചെയ്യാനുള്ള പേപ്പേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കാം. യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം. നാട്ടിലെ പോലെ ഒരു ക്ലാസ്സിൽ വന്ന് അവര് നോട്ടിഫിക്കേഷൻ ഒന്നും തരില്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി ഇന്നത് കണ്ടക്ട് ചെയ്യുന്നു, സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് അതാണ് പ്രശ്നം. അങ്ങനെ ഒരു സംഭവം നാട്ടിലെ പോലെ ഒരു സംഭവം ഒന്നും അല്ല. നമ്മള് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മളെ നോക്കാൻ നമ്മളാണ് ഉണ്ടാവുക, ബട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവും. മീൻസ് ആ വരുന്ന സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. കറന്റ്ലി മെഡോക്കിലേക്ക് ഏത് രാജ്യമാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ആണ് മെയിൻലി ഫോക്കസിങ്. ആസ് ഐ മെൻഷൻഡ് നമ്മൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് നമുക്കിപ്പോ ആക്സസ് ആയിട്ട് നമ്മളിപ്പോ നമ്മുടെ വേറൊരു കമ്മ്യൂണിറ്റി വേറെ കുറച്ചുപേര് അവിടെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ്. ഓക്കെ, അവരത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ ഗോ ഫോർ ദാറ്റ്. ബട്ട് റൈറ്റ് നൗ നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെ നോക്കുന്നില്ല. ഉസ്ബെക്കിസ്ഥാൻ ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ഓൺ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന അധികം ആൾക്കാർക്ക് ഫെമിലിയർ അല്ലാത്തൊരു രാജ്യമായിരിക്കും. അതെ, ഈ ഒരു MBBS അല്ലെങ്കിൽ ഇത്തരം കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ട്. ഒരു 3 വർഷമായുള്ളൂ ഉസ്ബെക്കിസ്ഥാൻ റഷ്യൻ ഇതിലാണ് വരുന്നത് അല്ലെ? സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. ഇങ്ങനെ നമ്മൾക്കിപ്പം അത് ഈസിലി ആക്സസിബിൾ. അതാ ഞാൻ പറഞ്ഞത്, ഡൽഹിന്ന് ഒരു 2 hour മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, പെട്ടെന്ന് പോയി വരാം. വിസയും കാര്യങ്ങളൊക്കെ വിസ ഞാൻ പറയാം ഇന്ത്യയിൽ ഒരു 2500
അത്രേ വരുന്നുള്ളൂ വിസയ്ക്ക് Rupees. വേണ്ടി. റുപ്പീസ് INR അപ്പൊ അത്രേ വരുന്നുള്ളൂ. പാരന്റ്സിനൊക്കെ കാണാനൊക്കെ ഓ സുഖാണ്. എളുപ്പമാണ്, അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഏത് ആ. സ്ഥലത്ത് കൊണ്ടുപോകണം, എന്ത് ഈ ക്ലൈമറ്റിൽ എന്തായിരിക്കും അവിടെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഉണ്ടാവുക. UK കാനഡ ഒക്കെ ഒരു വിസിറ്റ് പോയി അയ്യോ അത് ഭയങ്കര Ticket price ഒക്കെ അവര് തന്നെ ഭയങ്കര പോയി കഴിഞ്ഞാൽ 2-3 കൊല്ലം കഴിഞ്ഞാണ് ട്രാവലിംഗ് എക്സ്പെൻസ് കാരണം നാട്ടിലേക്ക് മെല്ലെയല്ലേ വരിക. ഇത് എമിറേറ്റ്സ് സൈഡിൽ ഉള്ളവർക്കൊക്കെ ഫ്രീ ഫ്രീ വിസ വിസയാണ്, വിസ ഓൺ അറൈവൽ പോലെയാണ്, അവർക്ക് ഈസിലി ആക്സസിബിൾ ആണ്. അപ്പൊ നമ്മൾ അതും പറയുന്നുണ്ട്, പേരൻസിന് കൂടെ വരണമെങ്കിൽ വി വിൽ ടേക്ക് ദം. കാരണം നമ്മള് നോർമലി ചെയ്യാം, നമ്മള് വെക്കേഷന് വരിക, നമ്മൾ എടുക്കുന്ന കുട്ടികളെ കൊണ്ട് നമ്മള് യൂഷ്വലായി ആ ഒരു സെറ്റപ്പ്, ആ ഒരു മോഡറേറ്റ് രീതിയിലാണ് നമ്മളെല്ലാം. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുണ്ട് ഉറപ്പായിട്ടും നമ്മളിങ്ങനെ പറയും ചെയ്യും ഇന്ന സാധനം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വിടും. ആ ഒരു ഇതാണ്, കാരണം അവരേ ഉള്ളൂ നമുക്ക്. ഇപ്പൊ ഒരാള് നാട്ടിൽ പോയിട്ട് വരുമ്പോ നമുക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്, അത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഹോസ്റ്റലിൽ. ആ ഒരു ഫൺ കൈൻഡ് ഓഫ് സാധനമാണ് നമ്മളിങ്ങനെ ഒരു വി ആർ ലീഡിങ് ദിസ്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അണ്ടറിൽ വന്ന സ്റ്റുഡൻസ് ആണ്. എനിക്കിപ്പോ ഇത് പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞപ്പോ ഞാൻ ദുബായിലുണ്ടായ ഒരു കാര്യം എനിക്ക് ഓർമ്മ. അവിടെ എങ്ങനെ വെച്ചാല് നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആളായിരിക്കും വരുന്നത്, ഫ്രണ്ടിന്റെ മൂത്തമ്മന്റെ. പക്ഷെ നമ്മൾ അവരെ എല്ലാ ഹെൽപ്പും ചെയ്യും. ആ കണ്ടീഷൻ എന്താ വെച്ചാല് നാട്ടിൽ നിന്ന് ഉണ്ണിയപ്പം, മറ്റേ അച്ചാറിട്ടത്, ബീഫ് മറ്റേ അച്ചാരം, പെട്ടെന്ന് ഈ സ്നാപ്പിൽ അവരൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാതെ. മലയാളി അതാണ് ഈ നാട്ടിൽ എവിടുന്ന ആ സാധനം, നമ്മള് മലയാളിയാണല്ലേ, ആ സാധനം എപ്പോഴും ഉണ്ട് നാട്ടില്. മലയാളീസ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഇപ്പൊ കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും സ്യൂട്ടബിൾ വേർഡ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് അങ്ങനെ പറയില്ല, നമ്മള് പല സർക്കംസ്റ്റൻസും വരുന്ന കുട്ടികളാണ് ഉള്ളത്. ഇപ്പൊ ഒരാൾക്ക് ഒരു അർജൻസി വന്ന് നാട്ടിൽ പോകണം, വി വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട് എ സോഴ്സ് ഫോർ ദാറ്റ്. നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമ്മളിട്ട് പെട്ടെന്ന് പിന്നീടാണ് നമ്മൾ അതിനെപ്പറ്റി പിന്നീട് അത് സോർട്ട് ചെയ്യാം, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇതിപ്പോ ഇവനത് കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാലോ നമ്മുടെ അവസ്ഥ എന്താവും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അടുത്തവൻ തരുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്ത് ഹെൽപ്പ് ആക്കി അങ്ങനെ നമ്മൾ പോകും. നമ്മൾ എങ്ങനെയാണോ ഉള്ളവര് നമ്മുടെ ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ. ഒന്നാമത് അത്രയും ഡെഫിനറ്റ്ലി MBBS വെരി ഡിഫിക്കൽട്ട് ഒരു കോഴ്സാണ്. പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറിറ്റിക്കൽ ആണെങ്കിലും വെരി ഡിഫിക്കൽട്ട് കോഴ്സാണ്. അതിന്റെ ഇടയിൽ കൂടി പഠിത്തത്തിന്റെ പ്രഷറും ടൈമിങ്ങിന്റെ പ്രഷറും പിന്നെ ഫുഡ് ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, ഉസ്ബെക്കിസ്ഥാനത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കഴിച്ചാലും എന്തായാലും വീട്ടിൽ അതിന്റെയൊക്കെ ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇത്തരം കമ്മ്യൂണിറ്റി തന്നെ ആയിരിക്കും അവർക്കൊരു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് വീക്കിലി എല്ലാരും കൂടെ ഒരു ഗെറ്റ് ടുഗെദർ, അല്ലെങ്കിൽ ഇപ്പൊ നോമ്പിന്റെ സമയമാണ് ഇപ്പൊ നമ്മള് നോമ്പ് തര ഹോസ്റ്റലില് എല്ലാ റൂമും നമ്മളെല്ലാരും ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ വരെ നമ്മളൊരു റൂമിൽ നിന്ന് ഒരു കട്ടിലെടുത്ത് മാറ്റും, എന്നിട്ട് ആ റൂം ഫുള്ള് ഇപ്രാവശ്യം വലിയ പരിപാടിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തു. ഇല്ല എനിക്കത് കൂടാൻ പറ്റിയില്ല. പക്ഷെ നമ്മളെ പഠിച്ച ഹോസ്റ്റല് ഫുള്ള് വൃത്തിയാക്കി ഫുള്ള് അതിന്റെ അകത്ത്. അപ്പൊ ഓരോ റൂമിൽ നിന്ന് ഓരോരോ സ്നാക്സ് ഉണ്ടാക്കും, നമ്മള് മേജർ ആയിട്ടൊരു ഫുഡ് ഉണ്ടാക്കും. അത് പക്ഷെ അത് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. നമ്മളെ സീനിയർ ജൂനിയർ അങ്ങനെയൊന്നുമില്ല, നമ്മള് നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു പരിപാടി വരുന്നു, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ ഒരു ഉസ്ബെക്കിസ്ഥാൻ പറഞ്ഞപ്പോ നമുക്ക് UK, കാനഡ, അതുപോലെ തന്നെ US അതിന്റെ ഒക്കെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വാട്ട്സ് ദ ക്ലൈമറ്റ്? എല്ലാ സീസണും ഉണ്ട്, സ്പ്രിങ്, ഓട്ടം, മഴ എല്ലാം ഉണ്ട്, മഞ്ഞ് വീഴ്ചയൊക്കെ. ആൾക്കാർക്ക് അതാണ് മെയിൻ ആയിട്ട്. സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്, പക്ഷെ സ്റ്റിൽ മഞ്ഞുണ്ട്. പണ്ടത്തെ റഷ്യൻ സോവിയറ്റ് യൂണിയൻ അപ്പത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു, പക്ഷെ പിന്നീട് ഇത് സെൻട്രൽ ഏഷ്യൻ കൺട്രി പോലെ ആയി മാറിയതാണ്. അപ്പൊ എല്ലാ ക്ലൈമറ്റ്സും ഉണ്ട്, എല്ലാം എല്ലാ രീതിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് അതും ഒരു എക്സ്പ്ലോറിംഗ് ആണ്. കുട്ടികൾ വന്നു കഴിയുമ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഈസിലി ആക്സസിബിൾ ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ പേരൻസിനെ നമുക്ക് കൊണ്ടുവരാം. അവർക്ക് ഉറപ്പായിട്ട് അവർക്കും അതൊരു എക്സ്പ്ലോറിംഗ് ആണ്. എന്റെ കുട്ടി പഠിക്കുന്ന സ്ഥലത്ത് എനിക്ക് പോവാൻ പറ്റി എന്ന് പറയണത് ഒരു ഭയങ്കര പ്രൗഡായിട്ട് അവര് കാണുന്നത്. എല്ലാരും നമ്മൾ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാം, ഓരോപ്പം വരാന്ന് പറയും. ഓൾമോസ്റ്റ് 2 hours വളരെ കുറച്ച് അതെ അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോയി വരാം. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പറയും വേണമെങ്കിൽ ഓരോടൊപ്പം തന്നെ നിങ്ങൾക്ക് പോയിട്ട് വരാമെന്ന് നമ്മൾ പറയും. അത് മെയിനായിട്ട്. ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു ഫീൽഡിൽ അല്ലാത്തോണ്ട്, ഒരു ഡോക്ടർ അല്ലെങ്കിൽ MBBS ഫീൽഡ് അല്ലാത്തോണ്ട് എനിക്ക് പേഴ്സണലി വരുന്നൊരു ചോദ്യമാണ്, നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചൂടെ? എന്തിനാ നമ്മൾ അവിടെ തന്നെ പോയി പഠിക്കണം? അല്ലെങ്കിൽ പുറത്ത് എന്തുകൊണ്ട് ഓപ്റ്റ് ചെയ്യണം? ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് പുറത്ത് ഓപ്റ്റ് ചെയ്യുന്നത്. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഓപ്റ്റിംഗ്? ഇതിപ്പോ പറഞ്ഞ അതില് കുറെ ആസ്പെക്ട്സ് ഉണ്ട്. അതിന്റെ നമ്മൾ നോക്കുമ്പോ
അതിൽ മെയിൻ ഒരു സാധനം നമ്മുടെ ഡ്രീമാണ്. കുറെ പേർക്ക് ഇതൊരു ഡ്രീമാണ് ടു ബി എ ഡോക്ടർ എന്നുള്ളത്. അപ്പൊ കുറെ പേര് ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റ് ചെയ്യും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, 2-3 കൊല്ലം റിപ്പീറ്റ് ചെയ്തവരുണ്ടാവും. ഇവർക്കൊക്കെ നമുക്ക് റാങ്ക് നിയർലി ഒക്കെ വരും. പക്ഷെ നാട്ടിലെ ആ ഒരു മാനേജ്മെന്റ് കോട്ടയ്ക്ക് കൊടുക്കുന്ന പകുതി പൈസ ഉള്ളൂ നമുക്ക് അവിടെ. നാട്ടിലൊക്കെ ഏകദേശം അതൊക്കെ അതൊക്കെ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നും. നമ്മളെ NRI സീറ്റ്സ് വരെ കോടിക്കണക്കിന് പൈസക്കാണ് വിറ്റ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എടുക്കും മീൻസ് NRI കോട്ടയിൽ അത്ര പൈസ കൊടുത്ത് നിൽക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ അത് വരുമ്പോ ഓരോ കൊല്ലം കൂടുന്തോറും അതിനുള്ള റേറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. അപ്പം പുറമേന്ന് നമ്മൾ നോക്കുമ്പോൾ നോർമലുള്ള അങ്ങനെ ഒരു ഡ്രീം ഉള്ള ഒരു നോർമൽ ഫാമിലിയിലെ ഒരാൾക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ അബ്രോഡ് MBBS എന്ന് പറയാൻ. ഞാൻ പറഞ്ഞില്ലേ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും അതിൻ്റെ ഇല്ല, അല്ലെങ്കിൽ വേറെ നെഗറ്റീവ് സൈഡ്സ് ഇല്ല. UK പോകുന്നതിൽ തന്നെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഇത്ര സീറ്റ് കൊടുക്കുന്നു, നമ്മൾ അവിടെ പോയി പഠിക്കുന്നത്. പക്ഷെ ഇതിൽ ഈ മീഡിയം ഓഫ് സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനമല്ല. അതുണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റൽസ് ജോയിൻ ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് MBBS കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലല്ല നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കോളേജിൽ നമുക്ക് ഡയറക്റ്റ് പോയി കൊടുക്കാമല്ലോ. ആ ഒരു സംഭവം ഇല്ല. വി ഓൾവേസ് നീഡ് അതൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അപ്പം അതിലും സ്കാംസ് വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ ഈ ഉസ്ബെക്കില് തന്നെ അഡ്മിഷൻ എടുത്തിട്ട് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തായാലും പൈസ കൊണ്ട് പോയ അയാളെ വിവരം പോലും ഇല്ല. ഒരു നിയർലി 8 to 10 സ്റ്റുഡൻസിന്റെ ഇത്ര എമൗണ്ട് മേടിച്ചിട്ട് അയാളൊരു വിവരം ഇല്ല. ഇപ്പൊ നമ്മുടെ എല്ലാം നോർമൽ ഫാമിലി, നമ്മൾ അത്ര വലിയ റിച്ച് ഒന്നും അല്ലല്ലോ, നമ്മളെല്ലാം നോർമൽ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരുടെ പേരൻസ് ഒക്കെ അത്ര കഷ്ടപ്പെട്ട് കൊടുക്കുന്ന പൈസ കൊണ്ട് ഒരാൾ മുങ്ങി എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ. പഠിക്കാൻ വേണ്ടി എത്തുകയും ചെയ്തു, ആരോട് പറയാൻ, ആരോട് ചോദിക്കാൻ, എവിടെ നിന്നാണ് ഇയാളൊരു സോഴ്സ് പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺമുന്നിൽ കണ്ട് 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 നമ്മൾ നിൽക്കുമ്പോ നമ്മള് എന്തിനാ വെറുതെ, എന്തായാലും ആൾക്കാർ പഠിക്കാൻ വേണ്ട വരുന്നത്, അതിൻ്റെ അകത്തുനിന്ന് എന്ത് വലിച്ച് എടുക്കാനാ നമുക്ക് നമ്മൾ നന്നായിട്ട് നിന്നാൽ അതിന്റെ കൂടെ നമുക്ക് ഉണ്ടാവും. നമുക്ക് ഒരാളെ ഗൈഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അയാളെ പ്രോപ്പർ ഒരു വേയിലേക്ക് കൊണ്ടുവരാൻ പറ്റാന്ന് പറഞ്ഞു തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ആസ് എ ബേസിക് ഹ്യൂമൻ ബീങ് എന്നുള്ള സാധനം വരുമ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാം. എന്റെ ഒപ്പം ഉള്ള ഒരാള് അയാള് രക്ഷപ്പെടട്ടെ, ഞാൻ എന്തിനാ ഇങ്ങനെ നമ്മള് രക്ഷപ്പെടും. അപ്പൊ നമ്മൾ എത്രത്തോളം നല്ലത് ചെയ്യുന്നു അത്രത്തോളം നല്ലത് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വേറെ ലോജിക് സാധനങ്ങള്, വേറെ സ്ട്രാറ്റജീസ് ഒന്നും നോക്കുന്നില്ല. പിന്നെ ഇതുപോലൊരു സാധനങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു പേര് കൊടുത്തു, നമ്മളൊരു പേര് ഓഫീസിന്റെ നമ്മളപ്പോ നോക്കിയപ്പോ മെഡോക്ക് എന്തുകൊണ്ടും നമ്മുടെ പ്രൊഫഷനായിട്ട് കൂടി നിൽക്കുന്ന അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഉറപ്പായിട്ടും എല്ലാരും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവിടെ ഉള്ളവരാണ് നമ്മളുടെ ബേസ്, നമ്മുടെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ടിങ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ എത്രത്തോളം നാളെ അവിടെ ഉണ്ടാവും അത്രത്തോളം കാലം നമ്മളിങ്ങനെ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും ഇയർ ബൈ ഇയർ. അങ്ങനെ മെഡോക്ക് എന്ന് പറഞ്ഞാല് ലൈക് ഒരു സർട്ടൻ സെറ്റ് ഓഫ് പീപ്പിൾ അല്ല, മറിച്ച് ഓൾമോസ്റ്റ് 2 years ആയില്ലേ കമ്മ്യൂണിറ്റി? 2.5 years ആവുന്നു ഈ വർഷം ആവുമ്പോഴത്തേനും. നമ്മൾ അത്രത്തോളം അഡ്വർടൈസിംഗ് ഒന്നും ഇല്ല, നമ്മളങ്ങനെ അധികം ഒന്നും നമ്മൾ അതിനു വേണ്ടി പ്രഷറൈസ് ചെയ്യുന്നില്ല. നമ്മൾ നിൽക്കുമ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. കാരണം നിങ്ങളുടെ മെയിൻ ബിസിനസ് അതെ, നമ്മള് ക്ലാസ്സിൽ ഫ്രീ ആണെങ്കിൽ നമ്മൾ ചെയ്യും. ചുമ്മാ 2-3 പോസ്റ്റേഴ്സ് ഇപ്പൊ അഡ്മിഷൻ തുടങ്ങുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇല്ലെന്നല്ല, ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ബിസി ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല. ഇഫ് കുട്ടികള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൊണ്ടുവരുന്ന കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവർ ടാഗ് ചെയ്യും നമ്മളെ. അപ്പൊ നമ്മൾ അങ്ങനെ അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർട്ടൺ എമൗണ്ട് മാറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്ക് സമയവും ഇല്ല. നമ്മളവിടെ ഫൈനൽ ഇയേഴ്സ് ആവുന്നു ഇപ്പൊ കുട്ടികള്, ഇപ്പൊ അവിടെ ഉള്ള കുട്ടികൾ. അപ്പൊ അതിപ്പം അവർക്കും പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ബിൽഡപ്പ് ഒന്നും കൊടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. ഈ ആകർഷകമായ ഓഫേഴ്സ് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് വയ്യ. നാളെ ക്വസ്റ്റ്യൻ ചെയ്യും, അടുക്കളയിൽ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്കോളർഷിപ്പിന്റെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു, ഓടാൻ സ്ഥലം വേണ്ടേ, നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. അപ്പോൾ നമ്മള് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. മക്കളെ ഇതാണ് സംഭവം, സത്യം റിയാലിറ്റി പറയാ. എപ്പോഴും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കട ഇതാണ്, ഫുഡ് ഇല്ലെങ്കിൽ നമ്മുടെ റൂമിൽ എന്നാ ഫുഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ട്, നമുക്ക് കുക്ക് ചെയ്യാൻ വയ്യ, നമ്മള് കുക്ക് ചെയ്ത് തരും, കാര്യം കഴിഞ്ഞു. അല്ലാതെ ആകർഷകമായ ഫുഡ് ഇവിടെ ഇന്ത്യൻ മെസ്സ് ഒന്നുമില്ല. കുറെ കഴിയുമ്പോ എല്ലാം മടുക്കും. സെൽഫ് കുക്കിംഗ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവും. ഞാൻ പറയുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറയും, നമുക്ക് വേണ്ട തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ നമ്മൾ പ്രോ ലെവൽ കുക്സ് ആവും കുക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും.